നമസ്കാരം ഗൈസ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കേണ്ട ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്നൊരു ഇൻസിഡൻറ്റിനെ ആസ്പദമാക്കിയിട്ടാണ്. അതായത് പ്രശസ്ത സിനിമാ താരം ശ്രീ സന്തോഷ് നായർ ഈ കഴിഞ്ഞ ദിവസം കാർ ആക്സിഡൻറ്റിൽ മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിനോടനുബന്ധിച്ച് അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിലാളി, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പണിക്കാരൻ, അദ്ദേഹം നിന്ന് ചങ്കിനിട്ടടിച്ചുകൊണ്ട് കവളത്തടിച്ചുകൊണ്ട് വാവിട്ട് കരയുന്ന ഒരു സീൻ നമുക്ക് ആ വീഡിയോ കാണാനായിട്ടിടയായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാനും ചിന്തിച്ചത് അദ്ദേഹമായിട്ട് മദ്യവെച്ചിട്ട് അദ്ദേഹം ഓവർ ആക്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്കും ആദ്യം ഫീൽ ചെയ്തത്. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല. പലരും അതിൻ്റെ അത് കയറി ഒത്തിരി കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്, ബാഡ് കമൻറ്റ്സ് ഒത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇയാൾ കള്ളു കുടിച്ചിട്ടാണ് പിടിച്ച് മാറ്റിവിട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാനത് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അയാൾ സീരിയസ് ആയിട്ട്, അയാളുടെ വേറെ കുറേ വീഡിയോസൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം സീരിയസ് ആയിട്ടാണ് അദ്ദേഹം കരഞ്ഞത്, അദ്ദേഹം അത്ര ആളുടെ നിലവിളിച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ചരിത്രം പഠിക്കുകയാണെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, ഒരു 10, 40, 50 വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴുള്ള ജനറേഷൻ എന്ന് അറിയത്തില്ല. കാരണം ഇപ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വന്ന് എല്ലാവർക്കും വിവിധ തരത്തിലുള്ള ജോലികളായി, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ വേറൊരു പറമ്പിനെ അല്ലെങ്കിൽ വേറൊരു മുതലാളിയോ ഡിപ്പെൻഡ് ചെയ്യാതെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസൊക്കെ വന്നതുകൊണ്ട് നമ്മളാരും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഗമനിക്കാറില്ല. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നായന്മാരുടെ നമ്പൂതിരിമാരുടെ ഒക്കെ പറമ്പിലെ പണിയെടുത്ത്, പാടത്ത് പണിയെടുത്തും പറമ്പിൽ പണിയെടുത്തും അവരുടെ ആ കുടുംബം മാത്രം ആശ്രയിച്ച്, ആ മുതലാളി അല്ലെങ്കിൽ ആ ജന്മിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. അവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ഇല്ല, വേറെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ല. ഏതാണോ ഒരു മുതലാളി, ആ മുതലാളിയുടെ പറമ്പിൽ പാടത്തും പണിയെടുക്കുക, കിട്ടുന്നതുകൊണ്ട് ആഹാരം കഴിക്കുക, വസ്ത്രം മേടിക്കാനും മറ്റും ഒക്കെ ആ കുടുംബം എന്തെങ്കിലുമൊക്കെ സഹായം, ആശുപത്രി കൊടുക്കാനൊക്കെ എന്തെങ്കിലും ഒരു പൈസ തന്നു കഴിഞ്ഞാൽ അതൊക്കെ വലിയ കാര്യമായിട്ട്, വലിയ ദൈവത്തെപ്പോലെ കാണുന്ന ഒരു ജനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ അവരുടെയൊക്കെ മക്കളും മറ്റുള്ള ആൾക്കാരൊക്കെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനെ ഈ ഒരു അകലം വന്നു. കാരണം പണ്ട് ഒരു കുടുംബത്തെയാണ് ആശ്രയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആർക്കും എന്ത് ചെയ്യണ്ട, അങ്ങനെ പോയി ഒരാളുടെ കീഴിൽ തന്നെ ജോലി ചെയ്യേണ്ട, ഒന്ന് പറഞ്ഞ രണ്ടാമതിന് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ആയി. അങ്ങനെ ക്രമേണ ആ ഒരു ബന്ധം മാറി. എന്നാൽ പ്രായമായ, എനിക്ക് തോന്നി അദ്ദേഹത്തിന് ഒരു 60-70 വയസ്സെങ്കിലും ഉണ്ടെന്ന് തോന്നി കരഞ്ഞ ആൾക്ക്. അപ്പം ഒരു 50 വർഷം മുമ്പ് അവരുടെയൊക്കെ ചെറുപ്രായത്തിൽ അവരങ്ങനെ വളർന്ന് അല്ലെങ്കിൽ അങ്ങനെ ശീലിച്ച് വന്ന് ആ ഒരു ശീലം ഈ സന്തോഷ് നായരുടെ കുടുംബത്തിൽ നിന്ന് അവർക്ക് കിട്ടി എന്നതുകൊണ്ടാണ് അദ്ദേഹം അത്രയും ഭാഗമായിട്ട് കരയുന്നതാണ് നമുക്ക് വളരെ സാധാരണ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിലൊന്നും അങ്ങനത്തെ ഒരു ഒരു വിധേയത്വമുള്ള രീതിയിലൊന്നും നമ്മളിന്ന് വരെ കണ്ടിട്ടില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കലിപ്പ് സീനുകളാണ് നമ്മുടെ നാട്ടിൽ. എന്നാൽ ഇങ്ങനൊരു സീൻ കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കാൻ മേലാത്ത ഒരു സബ്ജക്റ്റാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ വിഷയം എടുത്തിരുന്നത്. കാരണം പണ്ട് കാലത്തെ നന്ദിയുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ അതില്ല. അങ്ങനെ ഒരു തൊഴിലാളിക്ക് അതേത് പരിപാടി ചെയ്താലും ഒരു തൊഴിലാളിക്ക് തൻ്റെ മുതലാളി ഒരിക്കലും ഒരു 99% ആത്മാർത്ഥമില്ലാത്ത കാലഘട്ടമാണ്. എന്നാൽ ആ മനുഷ്യൻ അവിടെ നിന്ന് വാവിട്ട് കരയുകയും അവിടെ ഇന്ന് കാണിക്കുന്ന കണ്ടപ്പം നിഷ്കളങ്കരായ മനുഷ്യർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ എന്നാണ് ഞാൻ ഓർത്തത്. അപ്പം ഇതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. അങ്ങനത്തെ ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ മറക്കാതിരിക്കുക, അവരെ കൂട്ടി നിർത്തുക. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. അതുവരേക്കും ബൈ ബൈ.